ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാവരും ഞാൻ ലാസ്റ്റ് ഇട്ട, അതായത് എസ്റ്റർഡേ ഓർ ഡേ ബിഫോർ എസ്റ്റർഡേ ഇട്ട തമിഴിൻ്റെ ചെറിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. എല്ലാവരും കണ്ടിരിക്കും എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് കുറേ ദിവസമായിട്ട് തമിഴ് ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചു. ബിക്കോസ് എൻ്റെ കുറേ തമിഴ് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഞാൻ വിചാരിച്ചു എന്തായാലും ചെറുതായിട്ടൊന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതല്ലേ യൂട്യൂബ് ചാനൽ, അപ്പോൾ എന്തായാലും ഒന്ന് ചെറിയൊരു ഇൻട്രോ കിടക്കട്ടെ തമിഴിലും കൂടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് കണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. ആക്ച്വലി എൻ്റെ കമൻറ്റ് ബോക്സ് ആ ഒരു വീഡിയോയിൽ ഓഫായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഒരു ന്യൂ കമ്മറാണ് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് എഡിറ്റ് ചെയ്യുമ്പോഴും അപ്ലോഡ് ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് കമൻറ്റ് ബോക്സ് ഓഫായിരുന്നു. ഞാനത് രണ്ടാമതാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഞാനത് ശ്രദ്ധിച്ചോളാം, കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യാതിരിക്കാൻ. അപ്പം എല്ലാവർക്കും കമൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. നല്ല കമൻസ് തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ശരി. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ജൂലൈ 20th, 2025. ഒരു 5 വർഷം ബാക്കിലോട്ട് നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? ജൂലൈ 20th, 2020. അന്ന് ആക്ച്വലി എനിക്കും അമ്മയ്ക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്ക്, ഐ തിങ്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമാണ് ഒരു എർത്ത് ക്വിക്ക് വന്നതുപോലെ, നമ്മളെ മാത്രം ഒന്ന് എർത്ത് ക്വിക്ക് ആക്കി പോയതുപോലെ ഒരു ദിവസമായിരുന്നു അത്. അതായത് ജൂലൈ 20th, 2020. യെസ്, ഞാനിപ്പോൾ തംബ്നെയിൽ ഇട്ടതുപോലെ തന്നെയാണ്, എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ട ദിവസമായിരുന്നു അത്. 2020 എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഒരു കോവിഡ് കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ എല്ലാവരും ലോക്ക്ഡൗണും കാര്യങ്ങളും ബിസിനസ്സൊക്കെ ഡള്ളായിട്ടും എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുന്ന ഒരു നിമിഷമായിരുന്നു. അപ്പം എല്ലാവർക്കും ബിസിനസ് ഇപ്പോൾ നടത്തുന്നവർക്കായിരുന്നാൽ പോലും എല്ലാവർക്കും നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന ഒരു സമയം ആയിരുന്നു അത്. അപ്പോൾ എനിക്കും അമ്മയ്ക്കും ഞങ്ങളുടെ ഒരു വലിയ ഒരു നഷ്ടമെന്ന് പറയുന്നത് ഞങ്ങളുടെ അച്ഛൻ, എൻ്റെ അച്ഛൻ എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ട ആ ഒരു ദിവസമായിരുന്നു. ആൻഡ് ആ ഒരു വർഷമായിരുന്നു 2020 ജൂലൈ 20 എന്നുള്ളത്. സോ ഇന്ന് ഇപ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ഇന്ന് ആ ഒരു ഡേ വന്നതുകൊണ്ട് ഞാൻ അച്ഛനെ ഓർക്കുന്നുണ്ട് എല്ലാ ദിവസവും. ഐ തിങ്ക് ലൈക്ക് ഇപ്പോൾ 5 years ആയി, ഇന്നലെ കഴിഞ്ഞതുപോലെ ഉണ്ട് എനിക്ക്. പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അച്ഛന് സത്യം പറഞ്ഞാൽ ഇപ്പം ആരെങ്കിലും മരിച്ചു എന്ന് അറിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ പറ്റിയ ഒന്ന് ചോദിക്കില്ലേ? അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒന്നും പറ്റിയതല്ല, പെട്ടെന്നുണ്ടായ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അത്. അന്ന് 2020 ജൂലൈ 20th വാവ് ബലിയായിരുന്നു. അതായത് വാവ് ബലി എല്ലാവർക്കും അറിയാമല്ലോ, മരിച്ചവർക്ക് നമ്മൾ ബലിയിടുന്ന ദിവസമായിരുന്നു. ഈ കർക്കിടക മാസമാണ് വരുന്നത്. അപ്പോൾ ഈ വർഷത്തെയും കർക്കിടക മാസം സ്റ്റാർട്ടായിട്ടുണ്ട്, രാമായണ മാസം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയം അത് തന്നെയായിരുന്നു, രാമായണ മാസം സ്റ്റാർട്ട് ചെയ്തൊരു ആ ഒരു മാസത്തിലാണ് നമുക്ക് ഒരു ദിവസമാണ് നമ്മൾ ഈ കർക്കിടക വാവ് വരുന്നത്. അപ്പോൾ അന്ന് ആയിരുന്നു, ഡേറ്റ് നമുക്ക് മാറി മാറി വരും കേട്ടോ. അപ്പോൾ അന്ന് ആ വർഷം വന്നിട്ട് 20th ആയിരുന്നു, ജൂലൈ 20th ആയിരുന്നു. ഈ വർഷം നമുക്ക് 2025 24th ജൂലൈ 24th ആണ് വാവ് ബലി വരുന്നത്. അപ്പോൾ അന്ന് തൊട്ട്, അതായത് 20th കഴിഞ്ഞിട്ടുള്ള എല്ലാ വർഷവും ഞങ്ങൾ പോയി ബലി ഇടാറുണ്ട് അച്ഛന്. അപ്പോൾ ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇടാൻ പറ്റും, അതൊക്കെ ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. എന്ന് വെച്ചാൽ ആളുടെ 61ാമത്തെ വയസ്സിലാണ് ആൾ പോകുന്നത്. ആൻഡ് ആളുടെ പിറന്നാളെന്ന് പറയുന്നത് ഓണത്തിനാണ് ആളുടെ പിറന്നാൾ. പിന്നെ കർക്കിടക ഈ മാസത്തെ വാവിനാണ് ആൾ മരിച്ചതും. ആൻഡ് ഓണത്തിനാണ്, തിരുവോണത്തിൻ്റെ അന്നാണ് ആളുടെ പിറന്നാൾ. അപ്പോൾ ആരും അത് മറക്കത്തില്ല. ഇപ്പോൾ ഞങ്ങളെ അറിയാവുന്നവരും അച്ഛൻ്റെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ആയിരുന്നാൽ പോലും ആരും ആ ഒരു ഡേറ്റ് മറക്കത്തില്ല. മരണവും ജനനവും ഡേറ്റ് ആരും മറക്കത്തില്ല. ഈസി ടു റിമെമ്പർ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു അച്ഛൻ അത് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ,
അപ്പോൾ അന്നും അതുപോലെ തന്നെ ബലിയായിരുന്നു. അപ്പോൾ ബലിക്ക് തലേ ദിവസം എല്ലാവരുടെ വീട്ടിലും എല്ലാവരും ചെയ്യും പോലെ തന്നെ വ്രതമൊക്കെ എടുത്തിട്ട് തന്നെയാണ് ബലിയിടാനായിട്ട് പോയത്. ബലിയിട്ടിട്ട് പോയിട്ട് വരുന്ന ആ ഒരു സമയത്തായിരുന്നു ചെറുതായിട്ടൊരു സഫോക്കേഷൻ, ഒരു ബ്രീതിങ് ഡെഫിഷ്യൻസി പോലെ, ഒരു ചെറുതായിട്ടൊരു സഫോക്കേഷൻ, ഒരു ശ്വാസം എടുക്കാൻ എന്തോ ഒരു ഡിസ്റ്റർബൻസ് പോലെ ആളിന് ഫീൽ ചെയ്തത്. അപ്പോൾ ആളിനത് ഫീൽ ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വന്നു. പിന്നെ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം എന്ന്. അപ്പോൾ ഞാൻ മോളും പോയില്ല ഹോസ്പിറ്റലിൽ, ബിക്കോസ് കോവിഡ് സമയമായിരുന്നു. അപ്പോൾ അച്ഛൻ തന്നെയാണ് പറഞ്ഞത് വേണ്ട, നമ്മളിപ്പോൾ പോയിട്ട് വരുമല്ലോ, അപ്പോൾ നിങ്ങളിവിടെ ഇരുന്നു. മോള് കുഞ്ഞായിരുന്നു. സോ ആ ഒരു സമയത്ത് എല്ലാവരെയും നമുക്ക് ഹോസ്പിറ്റലിൽ അലൗ ചെയ്യാറുമില്ല അവർ. ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് പോവുകയാണെങ്കിൽ കൂടെ ഒരു ബൈസ്റ്റാൻഡറിനെ അവർ വിടും, അത്രയേ ഉള്ളൂ. അപ്പം ഞാനും മോളും വീട്ടിൽ നിന്നു. അമ്മയും അച്ഛനും ഹസ്ബൻഡും, എൻ്റെ ഹസ്ബൻഡുമായിട്ടാണ് പോയത് ഹോസ്പിറ്റലിലോട്ട്. പോയിട്ട് അവിടെ ECG എടുക്കാനായിട്ട്. അപ്പോൾ അവരിങ്ങനെ അച്ഛൻ തന്നെയാണ് കയറി പോയത്, അച്ഛൻ തന്നെയാണ് ഡോക്ടറെ കണ്ടത്, ഡോക്ടറോട് പറഞ്ഞത് എനിക്കൊരു സഫോക്കേഷനായിട്ട് ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ ഡോക്ടർക്ക് ഒരു സംശയം തോന്നി നമുക്കൊരു ECG എടുക്കാം. അപ്പോൾ അച്ഛൻ തന്നെ അവിടെ ECG റൂമിലോട്ട് പോയി കിടന്നു, ഒക്കെ ചെയ്തു. കിടന്ന് ആ ഒരു ECG വെക്കുന്ന അതൊക്കെ വെച്ച് ഡോക്ടർ ഒന്ന് തിരിഞ്ഞ് ഇങ്ങോട്ടായപ്പോഴത്തേക്കും ആൾ പോയി. ഇതാണ് ഇത്രയും നടന്നുള്ളൂ. അല്ലാതെ ആളിന് വലിയ അസുഖങ്ങൾ കാര്യങ്ങൾ അതൊന്നും തന്നെ ഇല്ലായിരുന്നു. സോ പെട്ടെന്ന് നടന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അത്. കണ്ണടച്ച് കണ്ണ് തുറക്കണതിൻ്റെ അകത്ത് ആളില്ല. അപ്പോൾ ഇതൊക്കെ അമ്മ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത് ആ സമയത്ത് എല്ലാവരുടെ ഒരു കപ്പിൾ ഒരാൾ പോയി ഒരാൾ ഇല്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ അറിയുമ്പോഴത്തേക്കും എല്ലാവരുടെ അവസ്ഥ ഡൗൺ ആവുന്ന ഒരവസ്ഥയാണ്. സെയിം തിങ് അമ്മയ്ക്കും അതേ സെയിം തിങ് ആയിരുന്നു. അപ്പോൾ അമ്മ പറയുമായിരുന്നു എവിടെ വേണമെങ്കിലും നമ്മൾ കൊണ്ടുപോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് അമ്മ ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ കൊണ്ടുപോകുന്നതാണ് നല്ലത്, വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ആചാരങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളൂ, ആളില്ല പോയി എന്ന്. അപ്പോൾ ഡോക്ടർ നല്ലൊരു ഡോക്ടറായിരുന്നു, ആരാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആൾ പറഞ്ഞത് നിങ്ങളിപ്പോൾ ഇവിടെ കുറേ നേരം നിർത്തുകയാണെങ്കിൽ ഇത് കോവിഡ് കേസാണെന്ന് പറഞ്ഞ് അവർ എഴുതും, പിന്നെ നിങ്ങൾക്ക് ബോഡി പോലും കിട്ടത്തില്ല. ബിക്കോസ് ആ ഒരു സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും ആരെങ്കിലും ഒരു ചുമ്മാ എന്തെങ്കിലും ഒരു അസുഖം വന്ന് മരിച്ചാൽ പോലും കോവിഡ് കൊറോണ വന്ന് മരിച്ചു ആ ഒരു സമയമായിരുന്നു അത്. അപ്പോൾ അത് സെയിം തിങ് അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോയിക്കോളൂ എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ കാണുന്നത് ഇറങ്ങിപ്പോയ ആൾ വീട്ടിൽ ഇങ്ങനെയാണോ വരുന്നത് എന്നൊക്കെ പറഞ്ഞു. നമ്മളുടെ ആ ഒരു സമയം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കത് ആ ഒരു ഡേ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ജൂലൈ മന്ത് എല്ലാ വർഷവും സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ എനിക്ക് കുറേ സങ്കടമാണ്. ഇപ്പം ഈ ഒരു 5 years ആയിരുന്നാൽ പോലും ഒരു ദിവസം പോലും അച്ഛൻ വിചാരിക്കാത്ത ദിവസമില്ല. ഇപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴും പോലും ഞാൻ അച്ഛനോട് പറഞ്ഞ് തൊഴുതിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. കുറച്ചൊക്കെ ഞാൻ ഇമോഷനാകും, ഇടയ്ക്ക് എൻ്റെ കണ്ണൊന്ന് നിറയും, പ്ലീസ് ഒന്ന് ക്ഷമിക്കണം. ഓക്കെ. സോ നമ്മൾ അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പുള്ളിക്കാരന് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഞങ്ങളുടെ ഫാമിലിയിലായിരുന്നാലും ഒരാൾക്കിപ്പം ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അച്ഛൻ്റെ ഫാമിലിയിലായിരുന്നാലും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആരാ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് എല്ലാവർക്കും അത് സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ഞാനും സന്തോഷത്തോടെ ഞാനും അമ്മയും പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത് ചെയ്തു കൊടുക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു ലൈഫ് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സഹായം ചെയ്തു, ആ കുട്ടി ആ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു, നന്നായിട്ടിരിക്കുന്നു, കുട്ടികളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. വളരെ സന്തോഷം. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുത്തൊരു കാര്യമായിരുന്നു. അപ്പം അത് നന്നായിട്ടിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ കുറേ അധികം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ അങ്ങനെ കുറച്ച് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരാൾ തന്നെയായിരുന്നു. ഓക്കെ. സോ അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു അച്ഛൻ പോയ ആ ഒരു ദിവസം. അപ്പോൾ ഇന്ന് ആ ഒരു സെയിം ഡേ സെയിം മന്ത്, വർഷം മാത്രം മാറി, അത് 2020 നടന്നതായിരുന്നു. 2025 ആയി ഇപ്പം, 5 years കഴിഞ്ഞ്. അപ്പോൾ ആ ഒരു ഡേറ്റ് വന്നത് കൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് എൻ്റെ ഒരു ഫസ്റ്റ് ഇതായത് കൊണ്ട് ഞാനത് പറയാനായിട്ട് ആഗ്രഹിച്ചു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ ഒരു പ്രസൻസ് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രസൻസ് ഇപ്പോഴും ആളുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അച്ഛനുണ്ട് കൂടെ എന്നുള്ള ഒരു പ്രസൻസ് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും തിരിച്ച് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലൈക്ക്
മരിച്ച് കിടക്കുമ്പോൾ പോലും ആളിന് കേടുപാട് ഒന്നുമില്ല, മുറിയോ ഒന്നുമില്ലായിരുന്നു, ഒന്നുമില്ല. അപ്പം നമ്മൾ മരിച്ച് അവിടെ കിടത്തിയിരിക്കുമ്പോൾ പോലും ആൾ ഉറങ്ങിയാണ്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾ എണീക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് എത്ര പേർക്ക് ഞാൻ പറയുന്ന ആ ഒരു ഫീലിംഗ് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അല്ലാതെ ഒരു അസുഖമോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ 2-3 ദിവസം അഡ്മിറ്റ് ആവുകയോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും പോലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആൾ വരുന്നില്ല, പോകുന്നില്ല, സംസാരിക്കുന്നില്ല, അങ്ങനത്തെ ഒരു ഫീല് മാത്രമേ ഉള്ളൂ. സോ ഇനി ഞാൻ കൂടുതൽ സംസാരിച്ചാൽ കൂടുതൽ ഇമോഷണൽ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി കൂടുതൽ ഞങ്ങളുടെ ബോംബെ വിശേഷങ്ങൾ ഒക്കെ എനിക്ക് പറയാനായിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്, എന്തുകൊണ്ടാണ് സിമ്പിൾ ആൻഡ് സിംപ്ലിസിറ്റി ബൈ ശ്രീജ എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, അതിൻ്റെ റീസൺ കാര്യങ്ങളൊക്കെ ബിഹൈൻഡ് നമുക്ക് എന്തായാലും നോക്കാം. ഇനിയുള്ള വീഡിയോസിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഈ വീഡിയോ ഇതോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആൻഡ് എൻ്റെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന രീതി, കാര്യങ്ങൾ, ലൈറ്റിങ്, അതൊന്നും എനിക്ക് അറിയത്തില്ല. എൻ്റെ ചാനൽ പോലെ തന്നെ സിമ്പിൾ ആൻഡ് സിംപ്ലിസിറ്റി ആയിന്. സോ സിമ്പിളായിട്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എനിക്കറിയാവുന്നതുപോലെ. മേ ബി ഡേ ബൈ ഡേ കുറച്ചൊക്കെ വീഡിയോസൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ അതിൽ നിന്നും കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചോളാം. സോ ദാറ്റ് കമൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും 1-2 വീഡിയോസ് ഞാൻ ഇട്ടതിൽ കമൻറ്റ് ബോക്സ് ഓഫായി പോയത് ഞാൻ രണ്ടാമതാണ് ശ്രദ്ധിച്ചത് കേട്ടോ, ബിക്കോസ് എനിക്ക് അറിയില്ലല്ലോ അങ്ങനെ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഈ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത് തന്നെ പെട്ടെന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം. താങ്ക് യു സോ മച്ച്.